മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിലും ആൽബർട്ട് അനന്തരാജ് എന്ന ഫാദറിന്റെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി.ജെ.പി. പാലക്കാട് കൊഴിഞ്ഞിരമ്പാറ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട LDFന്റെ പ്രതിനിധി ജെറോസ സജീവാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായ നടപടിയെടുക്കുമെന്നും ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ആവശ്യപ്പെട്ടു. கிராமபஞ்சாயத்திலே தொகுதி எண் 15 பிடாரிமேடு வார்டு உறுப்பினராக தேர்தலில் தேர்ந்தெடுக்கப்பட்ட அன்னை புனிதா என்ற நான் இந்திய அரசியலமைப்பின் மீது உண்மையான நம்பிக்கையும் விசுவாசத்தையும் கொண்டிருப்பேன் என்றும் இந்தியாவின் இறையாண்மை மற்றும் ஒருமைப்பாட்டை நிலைநிறுத்துவேன் என்றும் தேர்ந்தெடுக்கப்பட்டதால் வெறுப்பு அல்லது தீமை இல்லாமல் எனது உத்தியோகபூர்வ கடமைகளை முறையாக உண்மையாகவும் நிறைவேற்றுவேன் என்றும் கடவுளின் பெயராலும் ஃபாதர் ஆல்பர்ட் ராஜ் ஆனந்தராஜ் அவர்களுடைய பெயராலும் உறுதியளிக்கிறேன். உறுப்பினராக தேர்ந்தெடுக்கப்பட்ட ஜெரோசா சஜீவாகிய நான் சட்டப்படி அமுல்படுத்தப்பட்ட இந்திய அரசியலமைப்பு சட்டத்தின் மீது உண்மையான விசுவாசமும் ஈடுபாடும் கொள்வேன் என்றும் இந்தியாவின் இறை ஆண்மையையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் அச்சமோ பயமோ ஆணவமோ பகையோ இன்றி என் அலுவல் கடமைகளை சட்டபூர்வமாக நம்பிக்கையோடு முழு ஆற்றலையும் பயன்படுத்தி நான் செயலாற்றுவேன் என்றும் இறைவன் பெயராலும் எனக்கு ஓட்டளித்து என்னை விஜயிப்பிச்ச என்னுடைய மக்கள் பெயராலும் கிருஷ்ணன்குட்டியேட்டன் பெயராலும் உறுதிமொഴി എടുത്തുകൊള്ളുகிறேன். അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അസാധാരണമായ രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് നമ്മൾ ഈ കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ബി.ജെ.പി. പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് ഈ രണ്ട് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്നത്? തീർച്ചയായിട്ടും രണ്ട് സത്യപ്രതിജ്ഞകളും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടന്റെ പേരിലും അതുപോലെ തന്നെ ആൽബർട്ട് രാജ് ആനന്ദരാജ് എന്ന പള്ളിയിൽ അച്ഛന്റെ പേരിലുമാണ് സത്യപ്രതിജ്ഞകൾ നടന്നിരിക്കുന്നത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ നടന്നത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ 9-ാം വാർഡ് പാറക്കളത്ത് തെരഞ്ഞെടുക്കപ്പെട്ട LDF പ്രതിനിധി ജെറോസ സജീവാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ എരുത്തേമ്പതി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയായ അന്നൈ പുനിതയാണ് ഫാദർ ആൽബർട്ട് രാജ് ആനന്ദരാജിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഏതായാലും രണ്ട് സത്യപ്രതിജ്ഞകളും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിൽ നിയമപരമായ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഓമനക്കുട്ടനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒരു വൈദികന്റെ പേരിലും അതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ പേരിലും രണ്ട് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ബി.ജെ.പി. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് ഈ രണ്ടും എന്നാണ് ബി.ജെ.പി. പാലക്കാട് ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അരുണാണ് വിവരങ്ങളുമായി ചേർന്നത്.